എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ള സെറ്റിങ്സ് എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ ഓരോ കമ്പനിക്കാരും അവരുടെ ഫോണുകളിൽ അതിനുള്ള സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫോണിലുള്ള ബാറ്ററിയുടെ ഹെൽത്ത് അറിയാനുള്ള സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യമേ ഓപ്പൺ ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴോട്ട് അല്പം സ്ക്രോൾ ചെയ്ത് ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാറ്ററി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇതാണ് ബാറ്ററി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആകുന്നതാണ്. നമ്മുടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ബാറ്ററി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ബാറ്ററിയുടെ ചാർജ് എത്ര % ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് പവർ സേവിങ് മോഡ്, സൂപ്പർ പവർ സേവിങ് മോഡ്, പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു ഗ്രാഫിക്സ് നമുക്ക് കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഫോണിലുള്ള ബാറ്ററി ചാർജിൻ്റെ ഗ്രാഫിക്സാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കി നമ്മുടെ ഫോണിലുള്ള ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ഗ്രാഫ് മുകളിലേക്ക് കുത്തനെ ഉയരുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിനുശേഷം ഈ ഗ്രാഫ് ഒരു ചെരിവോടുകൂടി അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്ലിക്കേഷന് ആവശ്യമായ ബാറ്ററി ചാർജ് അതിൻ്റെ ഉപഭോഗം തുടക്കത്തിൽ വളരെ കൂടുതലായിട്ട് വരികയും പിന്നീട് അത് ഫോൺ തന്നെ കൺട്രോൾ ചെയ്ത് ബാറ്ററിയുടെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് തുടക്കത്തിൽ ഗ്രാഫ് കുത്തനെ ഉയരുകയും പിന്നീട് അത് കൺട്രോളായി ഗ്രാഫ് ചെറുതായി താഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ കാണാവുന്നതാണ്. ഇതൊരു നോർമൽ സ്റ്റേജിലുള്ള ബാറ്ററിയുടെ ഉപഭോഗമാണ്. ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നിങ്ങളുടെ ഫോണിലെ ബാറ്ററിയുടെ ഗ്രാഫായിട്ട് കാണിക്കുന്നതെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ ഹെൽത്ത് വളരെ നോർമലാണ്. നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ഇഷ്യൂസും ആ ഒരു ബാറ്ററിക്കില്ല. കാരണം നമ്മുടെ മൊബൈലിന് ആ ബാറ്ററിയുടെ മേൽ നല്ലൊരു കൺട്രോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഗ്രാഫിൽ വളരെ ഉയർന്ന തോതിലുള്ള ബാറ്ററി ഉപഭോഗം കൂടുകയും പിന്നീട് അത് ഫോൺ തന്നെ കൺട്രോൾ ചെയ്ത് ആ ഗ്രാഫ് ഒരു ചെരിവോടുകൂടി താഴേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ മേൽ മൊബൈലിനൊരു കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതൊരു നോർമലായ ഒരു ബാറ്ററിയുടെ ലക്ഷണങ്ങളാണ്, ആരോഗ്യമുള്ള ഒരു ബാറ്ററിയുടെ ലക്ഷണങ്ങളാണ്. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകാവുന്ന ഒരു സെറ്റിങ്സാണ് ഈ ഒരു ഗ്രാഫിക്സിലുള്ളത്. നമ്മുടെ ഫോണിലുള്ള ഈ ഒരു ഗ്രാഫിക്സ് നോക്കിയാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആപ്പുകളും നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കളയേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി നമ്മൾ ചില ഫോണിൻ്റെയൊക്കെ ബാറ്ററിയുടെ ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനായിട്ട് അതിലെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്ററി ഉപഭോഗം കൂടുതലായിട്ട് ആ ഗ്രാഫ് കുത്തനെ ഉയരുകയും കുത്തനെ താഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ രീതിയിലുള്ള ഗ്രാഫുകൾ കാണിക്കുന്ന ആ ഫോണിലെ ബാറ്ററിയൊക്കെ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ആ രീതിയിലുള്ള ഗ്രാഫുകൾ കാണിക്കുന്ന ആ ബാറ്ററിയുടെ മേൽ ഫോണിന് യാതൊരുവിധ കൺട്രോളും ഉണ്ടായിരിക്കില്ല.
അത്തരം ബാറ്ററിയൊക്കെ നമ്മൾ മാറിയിടേണ്ടതായിട്ട് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഇനി ചില ഫോണിലെ ബാറ്ററിയുടെ ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററിയുടെ ഉപഭോഗം ഈ ഗ്രാഫ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരം ഫോണിലെ ബാറ്ററിയുടെ ഉപഭോഗം വളരെ കൂടുകയും ഫോൺ വളരെയധികം ഹീറ്റാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഫോണുകളിലെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ കംപ്ലൈൻ്റ് ആകാനും ഫോൺ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഗ്രാഫുകളൊക്കെ കാണിക്കുന്ന ഫോണിലെ ബാറ്ററിയൊക്കെ മാറിയിടുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അപ്പോൾ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള ഈ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഫോണിൽ വേറൊരു ആപ്പോ അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷനോ ഒന്നും നമുക്ക് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സെറ്റിങ്സിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ഏത് ആപ്പാണോ ഏറ്റവും കൂടുതൽ ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്നത് ആ ആപ്പുകളെ നമുക്കിവിടെ ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ 4 ആപ്പുകളാണ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തു വന്ന് കിടക്കുന്നത്. ഈ 4 ആപ്പുകളും ഈ ഫോണിലെ ബാറ്ററി ഉപഭോഗം വളരെയധികം വർദ്ധിപ്പിക്കുകയും ബാറ്ററി ചാർജ് വളരെയധികം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പുകളെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഡോട്ട് മാർക്ക് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി ആ ആപ്പുകളുടെ ബാറ്ററി ഉപഭോഗം നമുക്ക് നിയന്ത്രിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നിലനിർത്തുന്നതിനായിട്ട് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്പുകൾ ഇതുപോലെ അധികമായിട്ട് ബാറ്ററി ചാർജ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ ഫോണിലുള്ള 4 ആപ്പുകളുടെ ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതുപോലെ ഇനിയും ഇതുപോലെ ഒപ്റ്റിമൈസേഷനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോഴും നമ്മളിതുപോലെ ഒപ്റ്റിമൈസേഷൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഈ ഒരു സ്ക്രീനിൽ ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബാറ്ററി ഉപഭോഗം അത് ഓരോ ആപ്പുകളും എന്തോരം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഓരോ ആപ്പുകളുടെയും ബാറ്ററി ഉപഭോഗം നമുക്കിവിടെ നിയന്ത്രിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മളിവിടെ പവർ സേവിങ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു സ്ക്രീനിലേക്ക് ഇങ്ങനെയൊരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മളെ പവർ സേവിങ് മോഡ് ടേൺ ഓഫ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് സ്പെസിഫൈഡ് ബാറ്ററി ലെവൽ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഓരോ ഓപ്ഷനും നമ്മൾ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് സൂപ്പർ പവർ സേവിങ് മോഡ്, പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനുകളാണ്. ഈ ഓപ്ഷനുകളിൽ അനുയോജ്യമായ ഓപ്ഷനുകളെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിടുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് നിലനിർത്തുകയും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ദീർഘകാലം നിലനിൽക്കുകയും ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബാറ്ററി മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ മാനേജ്മെൻറ്റ് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് ദീർഘകാലം നിലനിർത്താനായിട്ട് അത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.